CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേച്ചേരി തലക്കൂട്ടുകരയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. കുരിയച്ചിറ കുണ്ടുകാട് വട്ടായി സ്വദേശി അറക്കമൂലയിൽ വീട്ടിൽ ബിൻസ് കുര്യനാണ് മരിച്ചത്. പ്രസിദ്ധമായ ചീരംകുളം ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭം. പേരുകേട്ട 50 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നു. വിഷയപഠനം മാത്രമല്ല, ജീവിത പഠനം കൂടിയാൽ മാത്രമാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയൂ എന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അഭിപ്രായപ്പെട്ടു. ചെറായി ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് മണത്തല പള്ളി ഖബർസ്ഥാനിൽ അഗ്നിബാധ. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു ഖബർസ്ഥാനിലെ പുല്ലിന് തീപിടിച്ചത്. കുന്നംകുളം ടൗൺ ഹാൾ റോഡിൽ ട്രഷറിക്ക് സമീപത്തെ ഹോട്ടലിൽ മോഷണം. ഫുഡ് കോപ്പ ഹോട്ടലിലാണ് മോഷണം നടന്നത്. പുന്നയൂർ പഞ്ചായത്ത് ജനകീയ ബഡ്ജറ്റിനെതിരെ UDF മെമ്പർമാരുടെ പരാതി വാസ്തവ വിരുദ്ധമാണെന്നും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഭരണസമിതിക്കെതിരായി ബോധപൂർവം അപവാദം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പ്രതികരിച്ചു. ചൊവ്വന്നൂർ അറേബ്യൻ പാലസിന് സമീപം ആളൊഴിഞ്ഞ പറമ്പിൽ തീപിടുത്തം. ശനിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. പ്രസിദ്ധമായ പുതുശ്ശേരി അയ്യൻകുളങ്ങര പൂര മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. പൂരത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ CCTV പ്രാദേശികം ചാനലിലും യൂട്യൂബിലും സംപ്രേഷണം ചെയ്യും. നവകേരള സദസ്സിൽ നൽകിയ പരാതി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ നൽകിയ ഉത്തരവിനോട് ചൊവ്വന്നൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ തിരസ്കാരപരമായ സമീപനം സ്വീകരിക്കുന്നതായി പരാതി. ചൂണ്ടൽ കൃഷിഭവനിൽ ജോലി ചെയ്തിരുന്ന കർഷകമിത്ര ജീവനക്കാരനായ അനീഷ് ആനായിക്കൽ കുന്നംകുളം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരള കോൺഗ്രസ് കാട്ടകാമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ചിറക്കൽ കാട്ടകാമ്പാൽ റോഡിന്റെ നിർമ്മാണം നടപ്പാതയും ഓവുചാലും സഹിതം 8.5 മീറ്റർ വീതിയിൽ തന്നെ അടിയന്തരമായി പണി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ സമരം. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഗോൾഡൻ ജൂബിലി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടന്നു. തൃശൂർ നിർമ്മല പ്രൊവിൻസ് മദർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ക്രിസ്ലിൻ ഗോൾഡൻ ജൂബിലി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വേലൂർ മണിമലർക്കാവ് കുതിരവേലയോടനുബന്ധിച്ച് നടന്ന നടക്കൽ പറവയ്ക്കാൻ വൻ ഭക്തജനത്തിരക്ക്. ഞായറാഴ്ച രാവിലെ 101 പറയോടുകൂടിയാണ് പറയെടുപ്പ് ആരംഭിച്ചത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള സഹസ്ര കലശ ചടങ്ങുകൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. കലശ ചടങ്ങുകൾ ആരംഭിച്ചാൽ ഉത്സവം കഴിയുന്നതുവരെ 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല. ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഒരാൾക്ക് പരിക്ക്. തലക്കോട്ടുകര അമ്പലം കുരിശിന് സമീപം ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ചിറനല്ലൂർ സ്വദേശി ഞാലിൽ വീട്ടിൽ ലെനിനാണ് പരിക്കേറ്റത്. ഗുരുവായൂരിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവും ദൃശ്യ ഗുരുവായൂരിന്റെ ദീർഘകാല പ്രസിഡന്റുമായിരുന്ന KK മോഹൻറാമിന്റെ 8ാം ചരമവാർഷികം ആചരിച്ചു. NK അക്ബർ MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് 4ാം വാർഡിലെ കുട്ടംചേരിയിൽ സംയോജിത പച്ചക്കറി കൃഷി ആരംഭിച്ചു. കർഷക സംഘം എരുമപ്പെട്ടി മേഖലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ VC ബിനോജ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പുറത്തൊരു പുറംവേലയ്ക്ക് നിയോഗിക്കപ്പെട്ട അവകാശപ്പറയന്റെ ഇരുപ്പുവേല ആരംഭിച്ചു. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും തെറ്റാതെ വ്രതശുദ്ധിയോടെയാണ് ഇരുപ്പുവേല ചടങ്ങുകൾ നടക്കുക. അറിവുകൾ പകർന്നു നൽകുന്ന അഗതിയൂർ കലശമലയിലെ ആര്യലോക് ആശ്രമത്തിൽ മണൽ ചിത്ര പരിശീലനത്തോടെ ആര്യകലാക്ഷേത്രത്തിന് തുടക്കം കുറിച്ചു. പ്രശസ്ത മണൽ ചിത്ര കലാകാരൻ ഡോക്ടർ ബാബു എടക്കുന്നി ഉദ്ഘാടനം ചെയ്തു. ആദൂർ ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. രാവിലെ നടന്ന പൊങ്കാല സമർപ്പണത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തിരുവത്ര അത്താണി ബ്ലേസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ലോഗോ പ്രകാശനം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മുഖ്യാതിഥിയായി. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ കോളേജ് ഡേ വർണ്ണാഭമായി. സബ് ഇൻസ്പെക്ടർ ആനി ശിവ ഉദ്ഘാടനം ചെയ്തു. പുന്നേർകുളം കുരഞ്ഞിയൂർ ശ്രീ ഏരിമൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. കുണ്ടനി ദണ്ഡൻ സ്വാമി ക്ഷേത്രത്തിലെ വേല മഹോത്സവം ഭക്തി നിർഭരമായി. ഉത്സവ ദിവസങ്ങളിൽ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.